ഹലോ ഗൈസ്, ക്രിസ്മസ് വരവേൽക്കാറായില്ലേ? ക്രിസ്മസിന് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ പുൽക്കൂട്. ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ഇത് എങ്ങനെയാണോ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. ഈ മണൽ കൂമ്പാരത്തിൻ്റെ മേളിലാണ് ഞാൻ പുൽക്കൂട് നിർമ്മിക്കാൻ പോകുന്നത്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ എല്ലാ വർഷവും പുൽക്കൂട് ഒരുക്കുന്നത്. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് വീട് പണിയായിരുന്നുകൊണ്ട് അതിന് കുറച്ച് മണൽ ഇറക്കിയിട്ടിരിക്കുന്നതാണ്. ആ മണലിൻ്റെ മുകളിൽ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. ഈ മണൽ കൂമ്പാരത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ലെവലാക്കിയിടാം. പുൽക്കൂട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് നിരന്ന് ലെവലായിരിക്കണം. ഞാൻ 2-3 തവണ പുൽക്കൂട് വെച്ച് മുകളിൽ നോക്കിയതിന് ശേഷം ഒന്നുകൂടി ലെവലാക്കിയിട്ടാണ് ബാക്കി പണിക്ക് ഇറങ്ങിയത്. ഇതുപോലെ നന്നായി ചെയ്യാൻ എനിക്ക് ഈ വർഷമാണ് സാധിച്ചത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ചെടിച്ചട്ടി വെക്കാനാണേ. പുൽക്കൂടിൻ്റെ സൈഡിൽ മുളയുടെ തുമ്പുകൾ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീക്കാണ് ഇട്ടാണേ. മുളച്ചെടികളെ നമ്മൾ തോരണം കൊണ്ട് അലങ്കരിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അടുത്ത വീട്ടിലെ പുൽക്കൂട് കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളുമാണ് ഇതൊക്കെ എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നതും ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുന്നതും അവർക്ക് ഒരു ആഘോഷമായിട്ടാണ് ഇതെല്ലാം കുട്ടികൾ കാണുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയാനൊക്കത്തില്ല. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഭംഗി അറിയാനൊക്കുകയുള്ളേ. അപ്പോൾ നമ്മളുടെ പുൽക്കൂടിൻ്റെ സൈഡിൽ വെക്കാനുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇനി ഞാനൊരു ചെറിയ കിണറുണ്ടാക്കാൻ പോവാം. ഈ തെർമോക്കോള് പുതിയ വാഷിംഗ് മെഷീൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. എനിക്കൊരു ഐഡിയ തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ കിണർ ഉണ്ടാക്കാം എന്ന് ശ്രമിച്ചു നോക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ കിണർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ആ കിണറിന് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാം. ഇത് ഞാൻ ക്രയോൺസ് ഉപയോഗിച്ചാണ് കളർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ പെയിൻറ്റിങ് പരിപാടി തീർന്നു. ഇനി ഇതൊന്ന് സ്ഥാപിക്കണം. ഇനി ഈ ചെടികളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ.
ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീയും ഞാനിവിടെ ഉറപ്പിച്ചു. ഇനി അലങ്കാര ലൈറ്റുകൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ കുറേശ്ശെ മടക്കിയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഇനി ലൈറ്റ് ഓൺ ചെയ്യാൻ പോവുകയാണേ. ഇനി ക്രിസ്മസ് ട്രീക്കും കൂടി മാലബൾബ് ഇടുകയാണ്. ഈ മാലബൾബിന് നീളക്കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പുൽക്കൂടിനും കൂടി സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മുടെ പുൽക്കൂടിൻ്റെ സെറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. ഇത് പനയുടെ ഓലയാണ്. ഈ പുൽക്കൂട് 15 വർഷം പഴക്കമുള്ള പുൽക്കൂടാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. അങ്ങനെ ഞാൻ പുൽക്കൂട് മേഞ്ഞു തീർന്നു. ഇനി പുൽക്കൂട് ഞാൻ സ്വസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഞാൻ ഔസേപ്പിതാവിനെയും മാതാവിനെയും ഞാൻ പുൽക്കൂട്ടിലേക്ക് എത്തിക്കുകയാണ്. എൻ്റെ നൈനിയേക്ക് പുൽക്കൂട്ടിലേക്ക് എല്ലാവരെയും എടുത്തു വെക്കാൻ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ, മറക്കരുത് കേട്ടോ.
ഈ വീഡിയോ കണ്ട എല്ലാ സന്മനസ്സുകൾക്കും നന്ദി. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.